വിദ്യാർത്ഥികളെ, നമ്മുടെ ഫെഡറലിസം എന്നുള്ള 5ാമത്തെ മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ള മറ്റൊരു ഭാഗമാണ് നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ എന്ന് പറയുന്നത്. 1952 ഇന്ത്യയിൽ നിലവിൽ വന്നിട്ടുള്ളൊരു സമിതിയാണ് നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലിൻ്റെ പ്രധാനപ്പെട്ട അന്നത്തെ ഡ്യൂട്ടി എന്ന് പറയുന്നത് സംസ്ഥാനങ്ങളെ കൂടുതൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണവ്യവസ്ഥിതിയിലോ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ പ്ലാനിങ്ങിലൊക്കെ കൂടുതലായിട്ട് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സംസ്ഥാനങ്ങളുടെ സഹകരണമൊക്കെ ഇന്ത്യൻ്റെ ഭരണ സംവിധാനത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മുടെ രാജ്യത്ത് അന്ന് 1952 നിർമ്മിച്ച ഒരു സംവിധാനമാണ് നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അതിൽ വരുന്നത് പ്രധാനമന്ത്രിയും സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിയൊക്കെയാണ് ഈ ഒരു സംവിധാനത്തിൽ, നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ എന്ന് പറഞ്ഞ സംവിധാനത്തിൽ ഉണ്ടായിരിക്കുക. വർഷത്തിൽ 2 തവണ ഈ ദേശീയ വികസന സമിതി അഥവാ നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ എന്ത് ചെയ്യാറുണ്ട്, മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കാറുണ്ടായിരുന്നു. ഇനി ഈ ഒരു നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് പറയുന്നത് ഓരോ അവസരത്തിലും രാജ്യത്തിൻ്റെ വികസനത്തിൻ്റെ ഭാഗമായിട്ടുള്ള വ്യത്യസ്ത ആസൂത്രണങ്ങൾ അതിന് നേതൃത്വം നൽകുക. ആസൂത്രണത്തിന് നേതൃത്വം നൽകുക എന്ന് പറഞ്ഞാൽ ആ സമയത്ത് രാജ്യത്ത് പഞ്ചവത്സര പദ്ധതികളൊക്കെ നടപ്പിലാക്കുന്ന സമയമായിരുന്നു. അപ്പോൾ പഞ്ചവത്സര പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ ഏതെല്ലാം മേഖലയിലേക്ക് കൂടുതൽ പ്രാധാന്യം നൽകണം, അല്ലെങ്കിൽ ഏതെല്ലാം സംസ്ഥാനത്ത് ഏതെല്ലാം രീതിയിൽ വലിയ വലിയ പ്രവർത്തനങ്ങൾ നമ്മുടെ രാജ്യത്തേക്ക് ഗുണകരമാകുന്ന രീതിയിൽ നടത്താൻ പറ്റുമെന്നുള്ള രീതിയിൽ രാജ്യത്തിൻ്റെ വികസനത്തിൻ്റെ ഭാഗമായി വ്യത്യസ്ത പ്ലാനിങ്ങുകൾ, ആസൂത്രണങ്ങൾ എന്ത് ചെയ്യുക, നടത്തുക എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട, ആസൂത്രണങ്ങൾ ചർച്ച ചെയ്യുക എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ഇവരുടെ ഡ്യൂട്ടി. രണ്ടാമത്തേത് പറയുന്നത് രാജ്യത്തെ പ്രധാനമായും ബാധിക്കുന്ന പ്രശ്നങ്ങളുടെ മേൽ സാമ്പത്തിക സാമൂഹിക ചർച്ചകൾ നടത്തുക. അപ്പോൾ രാജ്യത്ത് പലപ്പോഴും പല രീതിയിലുള്ള വെല്ലുവിളികൾ നേരിടാറുണ്ട്. അപ്പോൾ ആ വെല്ലുവിളികളൊക്കെ കൃത്യമായി നേരിടുന്നതിന് സാമ്പത്തികമായി ഏത് രീതിയിൽ രാജ്യം അതിനെ പ്രതിരോധിക്കണം എന്നുള്ളതും, അല്ലെങ്കിൽ സാമൂഹികമായി രാജ്യം ഏത് രീതിയിൽ പ്രതിരോധിക്കണം എന്നുള്ളതൊക്കെ കൃത്യമായി ചർച്ച ചെയ്യുന്ന ഒരു സംവിധാനം കൂടിയായിരുന്നു നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ എന്ന് പറയുന്നത്. മൂന്നാമത്തേത് ആസൂത്രണത്തിൻ്റെ ഭാഗമായി ഓരോ കാര്യങ്ങളിലും കൃത്യമായി ലക്ഷ്യങ്ങളും മാർഗങ്ങളും തിരഞ്ഞെടുക്കുക. നമ്മുടെ രാജ്യത്ത് ഇത്ര വർഷത്തിനുള്ളിൽ ഇന്ന രീതിയിലെല്ലാം നമ്മൾ ഇന്ന ലക്ഷ്യങ്ങളിലെല്ലാം എത്തിയിരിക്കണം എന്നുള്ള രീതിയിൽ കൃത്യമായ കാലയളവുകളിൽ നമുക്ക് നേടാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളെ കൃത്യമായിട്ട് തിരഞ്ഞെടുക്കുക. അതായത് ലക്ഷ്യങ്ങൾ, പിന്നെ അതിന് ഏത് മാർഗങ്ങൾ സ്വീകരിക്കണം എന്നുള്ളതും തിരഞ്ഞെടുക്കുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെയായിരുന്നു ഈ നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലിൻ്റെ പ്രധാനപ്പെട്ട ചുമതല. പക്ഷേ ഇന്ന് നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലിനേക്കാൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത് നീതി ആയോഗിനാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിങ് ഇന്ത്യ എന്ന് പറയുന്ന നീതി ആയോഗിനാണ് ഇന്ന് കൂടുതൽ പ്രാധാന്യം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നത്. നമുക്ക് പഠിക്കാനുള്ള മറ്റൊരു ഭാഗമാണ് എമർജൻസി പ്രൊവിഷൻ അല്ലെങ്കിൽ എമർജൻസി പവേഴ്സ് ഇൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടനയിൽ എങ്ങനെയൊക്കെയാണ് എമർജൻസി പ്രഖ്യാപിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിൻ്റെ വ്യത്യസ്ത രീതിയിലുള്ള എമർജൻസികൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ എമർജൻസി പ്രൊവിഷൻസ് ആർ കണ്ടെയ്ൻഡ് ഇൻ പാർട്ട്, നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 18 എമർജൻസിയെക്കുറിച്ച് പറയുന്നത്. ഓക്കെ, പാർട്ട് 18 എമർജൻസിയെക്കുറിച്ച് പറയുന്നത്. പിന്നെ അതിൽ പറയുന്നത് 3 തരത്തിലാണ് നമ്മുടെ രാജ്യത്തെ എമർജൻസി ഉള്ളത്. ഓക്കെ, ഒന്ന് നാഷണൽ എമർജൻസി എന്ന് പറയും, രണ്ടാമത്തേത് സ്റ്റേറ്റ് എമർജൻസി എന്ന് പറയും, മൂന്നാമത്തേത് ഫിനാൻഷ്യൽ എമർജൻസി എന്ന് പറയും. ഓക്കെ, 3 രീതിയിലാണ് എമർജൻസി ഉള്ളത്: നാഷണൽ എമർജൻസി, സ്റ്റേറ്റ് എമർജൻസി, ഫിനാൻഷ്യൽ എമർജൻസി. അപ്പോൾ ഈ 3 രീതിയിലുള്ള എമർജൻസികൾ, അതിൽ 352 വകുപ്പാണ് നാഷണൽ എമർജൻസി. നാഷണൽ എമർജൻസി 352 വകുപ്പ് അനുസരിച്ചിട്ടാണ്. ഓരോ സംസ്ഥാനങ്ങളിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിനെയാണ് സ്റ്റേറ്റ് എമർജൻസി എന്ന് പറയാം. ഓക്കെ, ഇപ്പോൾ കേരളം, തമിഴ്നാട് അങ്ങനെ ഏതെങ്കിലും സംസ്ഥാനത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 356, 356. ഓക്കെ, ഫിനാൻഷ്യൽ എമർജൻസി അടുത്ത പ്രധാനപ്പെട്ട ഒരു എമർജൻസിയാണ് ഫിനാൻഷ്യൽ എമർജൻസി. ഇന്ത്യയിൽ ഇതുവരെ ഡിക്ലെയർ ചെയ്യാത്ത എമർജൻസി കൂടിയാണ് ഫിനാൻഷ്യൽ എമർജൻസി. രാജ്യത്തിന് സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പം അത് വലിയ തോതിൽ രൂക്ഷമായി വന്നാൽ അത്തരം സമയങ്ങളിൽ ആർട്ടിക്കിൾ 360 അനുസരിച്ചിട്ട് എന്ത് ചെയ്യും, ഫിനാൻഷ്യൽ എമർജൻസി നമ്മുടെ രാജ്യത്ത് കൊണ്ടുവരും. അങ്ങനെ 3 രീതിയിലാണ് ഈ എമർജൻസി നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നത്. ഇനി നമുക്ക് ഓരോന്നിൻ്റെയും പ്രത്യേകതകൾ നോക്കാം. ഓക്കെ, നാഷണൽ എമർജൻസി അക്കോർഡിംഗ് ടു ആർട്ടിക്കിൾ 352, 352 വകുപ്പ് പ്രകാരമാണ് നമ്മൾ നാഷണൽ എമർജൻസി പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞു. ഇന്ത്യൻ ഭരണഘടനയിൽ 352 അനുസരിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രസിഡൻറ്റിനാണ് ഇതിനുള്ള അധികാരമുള്ളത് കേട്ടോ.
എല്ലാ എമർജൻസിയും ഡിക്ലെയർ ചെയ്യാനുള്ള അധികാരം ഇന്ത്യൻ്റെ പ്രസിഡന്റിനാണുള്ളത്. അപ്പോൾ ഏതൊക്കെ അവസരത്തിലാണ് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് യുദ്ധം ഉണ്ടാവുകയാണ്, ഏതെങ്കിലും ഒരു വിദേശ രാജ്യം നമ്മളെ ആക്രമിക്കുകയാണ്, യുദ്ധം ഉണ്ടാകുന്ന അവസരത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാം. അതായത് നമ്മുടെ രാജ്യം ഭയങ്കര ഭീഷണി നേരിടുന്ന അവസരത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാം. ഓക്കെ, അപ്പോൾ ഒരു വിദേശ രാജ്യം ഇന്ത്യ ആക്രമിക്കുകയോ യുദ്ധം ഉണ്ടാകുന്ന അവസരത്തിലോ ഇത്തരത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത്, രാജ്യത്ത് തന്നെ നമ്മുടെ രാജ്യത്ത് ഒരുപാട് ജനവിഭാഗങ്ങളുണ്ട്. അപ്പോൾ അവർ തമ്മിൽ വലിയ വലിയ സംഘർഷങ്ങൾ, കലാപങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് അത് നമ്മുടെ സ്റ്റേറ്റിന് കൃത്യമായി നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ വന്നു കഴിഞ്ഞാലോ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാം. ഓക്കെ, മതത്തിൻ്റെ പേരിലോ ജാതിയുടെ പേരിലോ അല്ലെങ്കിൽ അങ്ങനെ വ്യത്യസ്ത രീതിയിൽ പ്രശ്നങ്ങൾ വരികയാണ് രാജ്യത്തിൻ്റെ ഉള്ളിൽ തന്നെ. അങ്ങനെ രാജ്യത്തിൻ്റെ ഉള്ളിൽ തന്നെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ രാജ്യത്ത് ഇന്ത്യയുടെ പ്രസിഡന്റിന് എന്ത് ചെയ്യാം, അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാം. അതേപോലെ ക്രമസമാധാന നില തകരാറിലാവുകയോ ചെയ്താലും അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാം. ഈ രണ്ട് രീതിയിലുള്ള അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിന് പാർലമെൻറ്റിനാണ് ഇതിനുള്ള അധികാരമുള്ളത്. അതായത് പാർലമെൻറ്റ് പ്രസിഡന്റിനോട് എന്ത് ചെയ്യാം, ആവശ്യപ്പെടാവുന്നതാണ്. പ്രസിഡന്റിനോട് പറയാണ് പാർലമെൻറ്റ്, അതായത് പാർലമെൻറ്റ് മീറ്റിംഗ് കൂടിയിട്ട് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണമെന്ന് മനസ്സിലാക്കിയിട്ട് പ്രസിഡന്റിന് അതിനുള്ള നിർദ്ദേശം കൊടുക്കുകയാണ്. അങ്ങനെ പ്രസിഡന്റ് അടിയന്തരാവസ്ഥ എന്ത് ചെയ്യും, പുറപ്പെടുവിക്കും. ഇങ്ങനെ ഉള്ള അടിയന്തരാവസ്ഥകൾ 6 മാസം മുതൽ എന്നാണ് അവസാനിക്കുന്നത് അത്ര വരെ എന്ത് ചെയ്യാം, പരമാവധി നീട്ടിക്കൊണ്ടു പോകാനും അധികാരമുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിന് കൃത്യമായ കാലയളവ് പറയുന്നില്ല. 6 മാസം വരെ ഉറപ്പായിട്ടും അടിയന്തരാവസ്ഥ ആയിരിക്കും. പിന്നീട് അത് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നീട്ടിക്കൊണ്ടു പോകാമെന്നുള്ളതാണ് പറയുന്നത്. നാഷണൽ എമർജൻസി. ഇനി സ്റ്റേറ്റ് എമർജൻസി അതിൻ്റെ ആർട്ടിക്കിൾ 356 ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചിട്ട് ആർട്ടിക്കിൾ 356 പറയുന്ന അടിയന്തരാവസ്ഥ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന് മാത്രം ബാധകമാകുന്ന രീതിയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിനെയാണ് സ്റ്റേറ്റ് എമർജൻസി എന്ന് പറയാം. ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഒരുപാട് സ്റ്റേറ്റുകളുണ്ട്, 28 സ്റ്റേറ്റുകളുണ്ടല്ലേ. ഈ സ്റ്റേറ്റുകളിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ മാത്രം പ്രശ്നങ്ങളുണ്ട്, ബാക്കിയുള്ള സ്ഥലങ്ങളിലൊന്നും ആ തരത്തിൽ ഇഷ്യൂസ് ഇല്ല എന്നുണ്ടെങ്കിൽ ആ സ്റ്റേറ്റിൽ മാത്രം എന്ത് ചെയ്യാം, അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാം. അതിനുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 356. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് പലപ്പോഴും പല സംസ്ഥാനങ്ങളിലും ആർട്ടിക്കിൾ 356 അനുസരിച്ച് അടിയന്തരാവസ്ഥ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു പ്രത്യേക സംസ്ഥാനത്ത് മാത്രം ക്രമസമാധാന നില തകരാറിലാകുന്ന അവസരത്തിൽ ഗവർണറുടെയും പാർലമെൻറ്റിൻ്റെയും ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് പ്രസിഡന്റ് എന്ത് ചെയ്യുക, ആർട്ടിക്കിൾ 356 പ്രകാരം സ്റ്റേറ്റ് എമർജൻസി പ്രഖ്യാപിക്കുക. ഇനി അതും 6 മാസം വരെയോ അല്ലെങ്കിൽ 3 വർഷം വരെയൊക്കെ എന്ത് ചെയ്യാം, ഈ രീതിയിൽ തുടർന്ന് കൊണ്ടുപോകാനുള്ള അല്ലെങ്കിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള അധികാരം പ്രസിഡന്റിനുണ്ട്. ഓക്കെ, ഇനി ഈ സംസ്ഥാനങ്ങളിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന അവസരത്തിൽ അവിടുത്തെ മന്ത്രിസഭക്കോ അവിടുത്തെ മുഖ്യമന്ത്രിക്കോ ഒന്നും ആ തരത്തിൽ പവർ ഉണ്ടായിരിക്കുകയില്ല. ആ സമയത്തൊക്കെ പ്രസിഡന്റിന് വേണ്ടി ഗവർണറായിരിക്കും എന്ത് ചെയ്യുക, ഭരണം മുന്നോട്ട് കൊണ്ടുപോവുക. ഇനി ആ സമയത്ത് മന്ത്രിസഭ പിരിച്ചുവിട്ടിട്ട് പുതിയ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനുള്ള അധികാരവും ഈ രീതിയിൽ ഗവർണർക്കുണ്ട് എന്നുള്ളതാണ്. ഗവർണർ അല്ലെങ്കിൽ പ്രസിഡന്റിനുണ്ട് എന്നുള്ളതാണ്. ഗവർണർ എല്ലാം തീരുമാനിക്കുന്നത് പ്രസിഡന്റ് ആയിരിക്കും. പക്ഷേ ഗവർണറുടെ ശുപാർശ പ്രകാരമായിരിക്കും സംസ്ഥാനത്തിന് മേൽ പ്രസിഡന്റ് എന്ത് ചെയ്യുക, തീരുമാനങ്ങൾ എടുക്കുക. മൂന്നാമത്തെ എമർജൻസിയാണ് ഫിനാൻഷ്യൽ എമർജൻസി. നമ്മൾ പറയുമ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, ഇന്ത്യയിൽ ഇതുവരെ ഫിനാൻഷ്യൽ എമർജൻസി ഡിക്ലെയർ ചെയ്തിട്ടില്ല. ഓക്കെ, ഫിനാൻഷ്യലി രാജ്യം പ്രശ്നങ്ങൾ നേരിടുന്ന അവസരത്തിലാണ് ഫിനാൻഷ്യൽ എമർജൻസി ഡിക്ലെയർ ചെയ്യുക. ഇന്ത്യയിൽ ഇതുവരെ ഡിക്ലെയർ ചെയ്തിട്ടില്ല. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 360 അനുസരിച്ചിട്ടാണ് ഫിനാൻഷ്യൽ എമർജൻസി എന്നുള്ള ആശയം നിലനിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ രാജ്യത്തിൻ്റെ സാമ്പത്തിക രംഗം ഗവൺമെൻറ്റിന് നിയന്ത്രിക്കാൻ ആവാത്ത വിധം തകർച്ചയിലെത്തിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് രാജ്യം കൂടുതൽ തകർച്ചയിലേക്ക് പോകുന്ന അവസരത്തിലോ പ്രസിഡന്റിന് എന്ത് ചെയ്യാം, രാജ്യത്ത് ഫിനാൻഷ്യൽ എമർജൻസി പ്രഖ്യാപിക്കാം. അങ്ങനെ ഇത്തരത്തിൽ ഫിനാൻഷ്യൽ എമർജൻസി പ്രഖ്യാപിക്കുന്നതിന് പാർലമെൻറ്റിൻ്റെ 2 സഭകളും അനുവദിക്കണം. അതായത് രാജ്യസഭയും ലോകസഭയൊക്കെ അനുവദിച്ചാൽ മാത്രമേ നമ്മുടെ രാജ്യത്ത് ഫിനാൻഷ്യൽ എമർജൻസി എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഡിക്ലെയർ ചെയ്യാൻ പാടുള്ളൂ. പിന്നീട് രാജ്യത്ത് സാമ്പത്തികമായിട്ട് രാജ്യം സുസ്ഥിരത കൈവരിച്ചു, അല്ലെങ്കിൽ രാജ്യത്ത് സാമ്പത്തിക പ്രശ്നങ്ങളില്ല, പരിഹരിച്ചു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാലാണ് പിന്നീട് എന്ത് ചെയ്യുക, ഈ അടിയന്തരാവസ്ഥ നീക്കം ചെയ്യുക, അതായത് ഈ അടിയന്തരാവസ്ഥ പിൻവലിക്കുക. ഓക്കെ, ആ രീതിയിൽ 3 എമർജൻസികളാണ് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് നിലനിൽക്കുന്നത്. 3 എമർജൻസികൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം, എക്സാമിന് ചോദിക്കാറുണ്ട്. നാഷണൽ എമർജൻസി, സ്റ്റേറ്റ് എമർജൻസി, ഫിനാൻഷ്യൽ എമർജൻസി. ഓക്കെ, അപ്പോൾ ഈ എമർജൻസി എന്നുള്ളത് ഫെഡറലിസത്തിൻ്റെ
പ്രധാനപ്പെട്ട ഒരു പ്രശ്നങ്ങളിൽ കൂടി ഒന്നാണ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷനിൽ. ഓക്കെ, താങ്ക് യു.